നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെങ്കിലും ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഇതാണ് അവക്കാഡോ. വളരെ പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്, അവക്കാഡോ. ഇതിനെ വെണ്ണപ്പഴമെന്നും ബട്ടർ പിയർ എന്നും അലിഗേറ്റർ പിയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പഴമാണ്. നമ്മുടെ കേരളത്തിലിത് ബട്ടർ ഫ്രൂട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ലോറേസി കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണിത്. ലോ റേസി എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണിത്. ഇതിൻ്റെ ജന്മദേശങ്ങളെന്ന് പറയുന്നത് കരീബിയൻ ദ്വീപുകൾ, മെക്സിക്കോ, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങളും ആരോഗ്യ ഗുണങ്ങളും കൃഷിയും വിത്തിൻ്റെയൊക്കെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബർ, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവ സമൃദ്ധമായിട്ട് അടങ്ങിയിരിക്കുന്ന വളരെ പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്, ഒരു പഴമാണ് ഈ അവക്കാഡോ. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്ന ഒരു പഴമാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനും വളരെ അത്യുത്തമമാണ് ഈ പഴം. ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് ഗർഭിണികൾക്കും വളരെ നല്ലതായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിൽ ധാരാളം ഫോളേറ്റ് ഉണ്ട്. അത് ഗർഭകാലത്തുള്ള ഗർഭമലസ്, അതുപോലെ ന്യൂറൽ ട്യൂബ് തകരാറുകൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ കഴിവുള്ള ഒരു പഴമാണ് ഇത്. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ കൊളാജൻ വർദ്ധിപ്പിച്ച് ചർമ്മത്തിലെ ദൃഢതയും ഇലാസ്തികതയും നിലനിർത്താൻ സഹായിക്കുന്നു. അതോടൊപ്പം ചർമ്മത്തിൽ കൂടുതൽ ചെറുപ്പവും ഈർപ്പവും നിലനിർത്താൻ ഉള്ള കഴിവ് ഈ അവക്കാഡോയ്ക്ക് ഉണ്ട്. നമുക്കിതിന് ഇതുപോലെ ഈ ഫ്രൂട്ടിനെ നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് നമുക്കതുപോലെ കഴിക്കാം. ഇതിനകത്തൊരു വലിയൊരു വിത്തുണ്ട്, വലിയൊരു സീഡാണുള്ളത്. അതുമാത്രമല്ല, ഷേക്കുകളായിട്ട് സ്മൂത്തികളായിട്ടൊക്കെ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ വിത്ത് വറുത്ത് പൊടിച്ച് സ്മൂത്തികളിലും സാലഡുകളിലും ചേർക്കാം. അതുമാത്രമല്ല, വിത്ത് തിളപ്പിച്ച് അരിച്ച് ചായയായിട്ടും ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. കൃഷി രീതിയാണെങ്കിൽ കേരളത്തിൽ അവക്കാഡോ കൃഷി ഇപ്പം വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാലാവസ്ഥയും ആവശ്യത്തിന് ജലം, കൃത്യമായ വളപ്രയോഗം, കീടനിയന്ത്രണം എന്നിവയിലൂടെ നമുക്ക് നല്ല ഗുണമേന്മയുള്ള പഴങ്ങൾ നമുക്ക് ലഭിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കായ്ക്ക് മഞ്ഞ നിറവും പച്ച നിറവും കണ്ടോ, ഇതിലൊക്കെ ബ്രൗൺ കളർ പൊട്ടൊക്കെ ഉണ്ട് ആയിരിക്കും. കായുടെ ഉൾഭാഗം ക്രീം നിറത്തിലാണ്. ഇതിൻ്റെ ഇൻസൈഡിൽ അകത്ത് ഒരു വലിയൊരു കുരുവും ഉണ്ടാകും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം കേട്ടോ. അപ്പം വളരെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. കാരണം ഫസ്റ്റ് ഞാനിത് മേടിച്ചപ്പോൾ അത് കഴിക്കാതെ കളഞ്ഞു. കാരണം അതുപോലെ വേറെ ഒന്നും ചേർക്കാതെ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് കഴിച്ചു. അപ്പോൾ നമുക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് നമുക്ക് വീണ്ടും അത് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് കല്ലുപോലെ ഇരിക്കുന്നത് നോക്കി വാങ്ങുമ്പോൾ, കല്ലുപോലെ ഇരിക്കുന്നത് വാങ്ങരുത്. കുറച്ച് പിതുങ്ങുന്നത് പഴുത്തതേ മേടിക്കാവൂ. നന്നായിട്ട് പിതുങ്ങുന്നത് മേടിക്കരുത്, അത് ചിലപ്പോൾ ചീത്തയായിരിക്കും. കണ്ടോ, ഇതിന് ചുറ്റും ഒരു ബ്രൗൺ കളർ വരണം, കുറച്ച് പിതുങ്ങണം, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവും. ഓക്കെ. അപ്പോൾ ഈ അവക്കാഡോയെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് മേടിക്കുമ്പോൾ പഴുത്തത് വാങ്ങി നോക്കുക, പഴുത്തത് നോക്കി വാങ്ങുക. അതുപോലെ സ്മൂത്തികളായിട്ടോ ഷേക്കായിട്ടൊക്കെ ഉപയോഗിക്കുക.
പലർക്കും ഇത് ഡയറക്റ്റായിട്ട് അങ്ങനെ ഇതുപോലെ കഴിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പോൾ ഷേക്കായിട്ടോ സ്മൂത്തി ആയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ. അവരുടെ മാംസളമായ ഭാഗം കണ്ടല്ലോ, അവക്കടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സീഡ് കണ്ടോ, വലിയൊരു സീഡാണ് കേട്ടോ, നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു സീഡാണിത്. കണ്ടല്ലോ, അതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ, പൾപ്പ് കണ്ടോ, നല്ല ക്രീമി ആയിട്ടിരിക്കുന്നത്. ഇതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയെടുക്കും.